സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമുക്കിനി നോക്കാനുള്ളത് കമ്പയർഡ് ഡിസൈൻ്റെ മൊഡ്യൂൾ 3 ബാക്കി ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് CLR പാഴ്സർ. CLR പാഴ്സർ എന്ന് പറഞ്ഞൊരു കനോണിക്കൽ LR പാഴ്സർ എന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റെപ്സും എല്ലാം അതേപോലെയാണ്. ഇവിടെ നമ്മൾ ലുക്ക് ഹെഡും കൂടെ ചൂസ് ചെയ്തായിരിക്കും കളക്ഷൻ ഓഫ് ഐറ്റംസ് അസൈൻ ചെയ്യുക. സോ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് പറയാം. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ നേരത്തെ എല്ലാവരും SLRും ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ എടുക്കുന്ന. സെയിം കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറാണ്. അതിൻ്റെ ഓഗ്മെൻറ്റഡ് ഗ്രാമർ എഴുതുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ആദ്യം സ്റ്റാർട്ടിങ് സിമ്പിളിൻ്റെ എന്ത് എഴുതണം? S ഡാഷ്. സോ S ഡാഷ് ഗീവ്സ് ടു S, S ഗീവ്സ് ടു A ഗീവ്സ് ടു A ഗീവ്സ് ടു B. ഇത് എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഡോട്ട് കൊടുക്കും. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യുന്നു? ലുക്ക് ഹെഡും കൂടെ ആഡ് ചെയ്യുന്നു. ഈ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ അതായത് ലുക്ക് ഹെഡ് നമ്മൾ അതുപോലെ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് സിമ്പിൾ എന്താണ്? എസ് ആണ്. എസ് ആണ് അതിൻ്റെ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? സ്റ്റാർട്ടിങ് സിമ്പിൾ ആകുമ്പോൾ അതിൻ്റെ ലുക്ക് ഹെഡ് ഡോളർ ആയിരിക്കും. എന്തുമായിരിക്കും? ഡോളർ. സോ നമ്മൾ സ്റ്റാർട്ടിങ് സിമ്പിൾ എസ്സിന് ഡോളറാണ് ലുക്ക് ഹെഡായിട്ട് $, എന്ന് കൊടുത്തു. ഇനി എയുടെ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കിയേ ഈ എ എന്ന് പറയുന്നത് എയുടെ ലുക്ക് ഹെഡ് എന്നാണ്. ഇപ്പോൾ ഈ എയുടെ ലുക്ക് ഹെഡ് എന്താണ്? എ തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് എ ആണ് അല്ലേ? ഫസ്റ്റ് ഓഫ് എ ആണ്. അതായത് ഫസ്റ്റ് ഓഫ് എ ആണ് എയുടെ ലുക്ക് ഹെഡായിട്ട് വരിക. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഓഫ് എയുടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എയും ബിയും. സോ A, B. സോ A ബാർ ബി ആണ് എയുടെ ലുക്ക് ഹെഡായിട്ട് വരുന്നത്. ഇങ്ങനെ A ബാർ ബി എന്ന് എടുക്കണം. മനസ്സിലായി എങ്ങനെ ലുക്ക് ഹെഡ് എഴുതുന്നത്? ഫസ്റ്റ് സ്റ്റാർട്ടിങ് സിമ്പിൾ ആണെങ്കിൽ ഡോളറും, അല്ലെങ്കിൽ ഇപ്പോൾ എയുടെ പ്രൊഡക്ഷനാണ് എയുടെ ലുക്ക് ഹെഡായിട്ട് വരുന്ന ആരാണ്? ഇതിൽ എ എവിടെയാണ്? ഇവിടെ എയുടെ ലുക്ക് ഹെഡ് എ ആണല്ലേ. അപ്പോൾ എയുടെ ഫസ്റ്റ് എടുക്കാം. അതാണ് ലുക്ക് ഹെഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് നോക്കിക്കോ. ഫസ്റ്റ് നമ്മുടെ അതേപോലെ എടുത്ത് എഴുതിക്കോ. എസ് ഡാഷ് ഗീവ്സ് ഓഗ്മെൻറ്റഡ് ഗ്രാമർ എസ് ആ ലുക്ക് ഹെഡും ചേർത്ത് വേണം എഴുതാൻ. എസ് ഡോട്ട് എ ഡോളർ. നെക്സ്റ്റ് എന്തോ? എ ഗീവ്സ് ഡോട്ട് എ ബാർ ബി. എ ഗീവ്സ് ഡോട്ട് ബി എ ബാർ ബി. സോ ഇതെല്ലാം നമ്മൾ I0 എന്ന് പറഞ്ഞ ബ്ലോക്ക് നെയിം ചെയ്ത് കൊടുക്കും. I0. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ്. ഫസ്റ്റ് ഡോട്ടിന് ഇപ്പുറത്തുള്ള എസ്. അപ്പോൾ നമ്മൾ ഗോ ടു എസ് കൊടുക്കുന്നു. അപ്പോൾ എന്താവും? ഡോട്ട് മാറും ഇല്ലേ? അപ്പോൾ എങ്ങനെ വരും? എസ് ഡാഷ് ഗീവ്സ് എസ് ഡോട്ട് ഡോളർ അതേപോലെ കൊടുക്കുക. ഒരു ചേഞ്ചും കൊടുക്കരുത്. ലുക്ക് ഹെഡ് അതേപോലെ എഴുതുക. ഓക്കെ, ഇത് അക്സെപ്റ്റ് കേസായി I1 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ ഇതുവരെ? നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് അടുത്ത് നോക്കുക എ. അപ്പോൾ ഗോ ടു എ എടുക്കുമ്പോൾ അടുത്ത പ്രൊഡക്ഷൻ എങ്ങനെ മാറും? എസ് ഗീവ്സ് എ ഡോട്ട് എ ഡോളർ. എന്നിട്ട് എ ഡോട്ടിന് ഇപ്പുറത്ത് എന്തുണ്ട്? ഒരു എ ഉണ്ട്. അപ്പോൾ എയുടെ പ്രൊഡക്ഷൻ എല്ലാം അതുപോലെ എഴുതാം. സെയിം കോൺസെപ്റ്റ് തന്നെ. ഓക്കെ, എഴുതുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ലുക്ക് ഹെഡ് ഡോളർ ആണെങ്കിൽ എയുടെ പ്രൊഡക്ഷൻ ബാക്കി രണ്ടെണ്ണം നമുക്ക് എഴുതാറുണ്ടല്ലേ. അവിടെ നമ്മുടെ ഓഗ്മെൻറ്റ് ഫസ്റ്റ് വന്നിരിക്കുന്ന എ ബാർ ബി ആണ്. ഇവിടെ എഴുതുമ്പോൾ അത് ഡോളറിൽ വേണം എഴുതാം. അപ്പോൾ ലുക്ക് ഹെഡ് ഇവിടെ വരുമ്പോൾ എങ്ങനെ എഴുതണം? ഡോളറിൽ എഴുതണം. അതാണ് ചേഞ്ച്. മനസ്സിലായി? ഇത് അതേപോലെ എഴുതണം. ലുക്ക് ഹെഡ് ഡോളറിൻ്റെതായതുകൊണ്ട് എസിൻ്റെ പ്രൊഡക്ഷൻ്റെ ലുക്ക് ഹെഡ് ഡോളർ ആയതുകൊണ്ട് എയുടെ എന്തായിട്ട് എഴുതണം? ഡോളർ വേണം എഴുതാം. ഓക്കെ അല്ലേ? ഇത് I2. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് സ്മോൾ എ വരുമ്പോൾ അടുത്ത പ്രൊഡക്ഷൻ എങ്ങനെയാവും? എ ഗീവ്സ് എ ഡോട്ട് എ ബാർ ബി. ഇനി അടുത്തിവിടെ എ ഉണ്ട്. അപ്പോൾ എയുടെ പ്രൊഡക്ഷൻ അതേപോലെ വീണ്ടും എഴുതുക. ഈ രണ്ടെണ്ണം എഴുതുക. ഇവിടെ എ ബാർ ബി ആണ്. അപ്പോൾ എ ബാർ ബി വെച്ചിട്ടുള്ള ലുക്ക് ആയിട്ട് തന്നെ എഴുതുക. അപ്പോൾ എങ്ങനെ വരും? ഡോട്ട് എ ബാർ ബി. എ ഗീവ്സ് ഡോട്ട് ബി എ ബാർ ബി. ഇത് നമ്മൾ I3. ഓക്കെ അല്ലേ ഇതുവരെ? നെക്സ്റ്റ് അടുത്ത് ബി ആണ്. ബി കൊടുക്കുമ്പോൾ എങ്ങനെ? എ ഗീവ്സ് ബി ഡോട്ട് അക്സെപ്റ്റ് ആയി. വേറെ ഇല്ലല്ലോ. ഇനി അക്സെപ്റ്റ് കേസ് ആകുമ്പോൾ I4. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കി. ഇത് അക്സെപ്റ്റ് ആയി. I2 നോക്കിക്കുക. I2 വരുമ്പോൾ ഇനി എ ഉണ്ടല്ലേ. അപ്പോൾ അടുത്ത് ചേഞ്ച് ചെയ്യാൻ ആരുണ്ട്? എ അക്സെപ്റ്റ് ആണ്. അപ്പോൾ എ കൊടുക്കുമ്പോൾ എന്ത് വരും?
എസ് ഗീവ്സ് എ ഡോട്ട് കോമ ഡോളർ. അതവിടെ അക്സെപ്റ്റ് ആയി. അപ്പോൾ I5 ആയി. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇവിടെ ഡോട്ട് എ ഉണ്ടല്ലോ, അത് മാറ്റമുണ്ടല്ലേ. ഇവിടെ ഇനി എന്താക്കണം, എ ഡോട്ട്. അപ്പോൾ അടുത്ത ബ്ലോക്ക് എ വരും, സ്മോൾ എ വരുമ്പോൾ എന്ത് വരും, എ ഗീവ്സ് ഇത് ചേഞ്ച് ആകുമ്പോൾ ഡോട്ട് ഇപ്പുറത്താവും. അപ്പോൾ എങ്ങനെയാവും, എ ഡോട്ട് എ കോമ ഡോളർ. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ബാക്കി ഇനി ഡോട്ടിൻ്റെ ഇപ്പുറത്ത് എ ഉണ്ട്. അപ്പോൾ വീണ്ടും ആ പ്രൊഡക്ഷൻ സെയിം ആയിട്ട് എഴുതണം. ഈ പ്രൊഡക്ഷൻ വേണം സെയിം ആയിട്ട് എഴുതണം, ഇങ്ങ് പോയരുത്. ഇവിടെ ഇനിയും പോകുന്നുണ്ട്, ഇവിടെ എ ഉള്ളതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ സെയിം ആയിട്ട് എഴുതാം. അപ്പോൾ എങ്ങനെ വരും, എ ഗീവ്സ് ഡോട്ട് എ കോമ ഡോളർ, എ ഗീവ്സ് ഡോട്ട് ബി കോമ ഡോളർ. I6 മനസ്സിലാവുന്നുണ്ടോ ചെയ്യുന്നത്? ഓക്കെ അല്ലേ. അതായത് ഇവിടെ നമ്മൾ എയുടെ ഗോ ടു എ കൊടുത്തപ്പോൾ എ അവിടെ അക്സെപ്റ്റായി, ബാക്കി 2 ഉണ്ട്. അവിടെ നമ്മൾ എ ഡോട്ട് എ മാറിയപ്പം ആ താരെയുള്ള എ എന്ന് പറഞ്ഞിട്ട് ബാക്കി 2 പ്രൊഡക്ഷനുണ്ട്, അത് അതേപോലെ ഡോളറിൽ എഴുതി ലുക്ക് ഹെഡ് വെച്ച്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇതിൽ ബിയും കൂടെ ചേഞ്ച് ചെയ്യണ്ടല്ലോ. ബി വരുമ്പോൾ നോക്കിയേ, ബി കൊടുക്കുമ്പോൾ എങ്ങനെ, എ ഗീവ്സ് ബി ഡോട്ട് ഡോളർ ആവും. എ ഗീവ്സ് ബി ഡോട്ട് ഡോളർ, അതവിടെ അക്സെപ്റ്റ് ആയി. അത് I7. ഓക്കെ. നമ്മൾ ഇതിനു മുമ്പ് SLR ഒക്കെ ചെയ്ത സമയത്ത് ഇവിടെ ഇങ്ങനെ മാറുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടൊക്കെ കൊടുക്കുമല്ലേ. ഇവിടെ കൊടുക്കാത്തതിന് ലുക്ക് ഹെഡ് സെയിം ആയാൽ മാത്രമേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂ. ഇവിടെ നമുക്ക് ഇതിലോട്ട് മാപ്പ് ചെയ്യണമെങ്കിൽ ലുക്ക് ഹെഡ് സെയിം ആണ്. ഇവിടെ എ ബാർ ബി ആണ്, അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് നമ്മൾ ഡോളറിൽ കൊടുത്തത്. അതേപോലെ ബി ഡോട്ട് ഡോളർ, ഇവിടെ ബി ഡോട്ട് എ ബാർ ബി ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കായിരുന്നു. ഇവിടെ ഡോളർ ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ബ്ലോക്കിൽ കൊടുക്കുക. ലുക്ക് ഹെഡ് സെയിം ആവണം. ഓക്കെ. എന്നാലേ നമുക്കൊരു ഗ്രൂപ്പ് ചെയ്ത് ഒരു ബ്ലോക്ക് ആക്കാൻ പറ്റും. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ നോക്കി, ഈ ഒരു ബ്ലോക്ക് I3യിൽ ഇനി എ കൊടുക്കണം. ഗോ ടു എ വരുമ്പോൾ എ ഗീവ്സ് എ ഡോട്ട് കോമ എ ബാർ, അതും അവിടെ അക്സെപ്റ്റ്. അപ്പോൾ അവിടെ എന്താ I8. ഓക്കെ. ഇനി ഇതിൽ എ വരുന്നുണ്ടല്ലേ. ഇനി ഇതിൽ എ വരുമ്പോൾ എങ്ങനെ വരും, ഇതിൽ എ കൊടുത്ത് നോക്കിയേ. ഇതിൽ ഇനി ഇത് ചെയ്യുമ്പോൾ എ ഡോട്ട് എ, അത് തന്നെയല്ലേ ഈ മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് സെൽഫ് ലൂപ്പ് എ കൊടുക്കാം. അടുത്ത് ഇതിലിനി ബി വെച്ച് കഴിയുമ്പോൾ ബി ഡോട്ട് എ ബാർ ബി, അതല്ലത് ഇത്. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് കൊടുക്കാം. ലുക്ക് ഹെഡ് സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ബ്ലോക്ക് കൊടുക്കാം. ഓക്കെ. ഇനി എവിടെയെങ്കിലും ഉണ്ടോ, ഇനി ഇവിടെ അക്സെപ്റ്റ് ആയിട്ടില്ല, എ ഡോട്ട് എ ആണ്. ഇതിന് ഇനിയും വരും. അപ്പോൾ ഇതിലിനി വീണ്ടും മാറ്റുമ്പോൾ എന്ത് വരും, എ ഗോ ടു എ വരുമ്പോൾ സ്ഥലമില്ല, ഞാൻ ചെറുതായിട്ട് എഴുതി കാണിച്ചു തരാം. നോക്കി, ഞാൻ മുകളിലോട്ട് ആരോ ഇട്ട് എഴുതിയിട്ടുണ്ട്, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എ ഗീവ്സ് എ ഡോട്ട് ഇപ്പുറത്ത് മാറുമ്പോൾ അത് അക്സെപ്റ്റ് ആവും. എ ഗീവ്സ് എ ഡോട്ട് കോമ ഡോളർ. ഓക്കെ. ഇതിപ്പോൾ I8 വരെ പോയി. അപ്പോൾ ഇതെന്തോ I9, ഇതിവിടെ അക്സെപ്റ്റായി. ഇനി ഇവിടെ വീണ്ടും നോക്കാണ്ടല്ലോ, എ താഴത്തെ എയുടെ 2 പ്രൊഡക്ഷനുണ്ട്. ഇവിടെ എ ഡോട്ട് എ കോമ ഡോളർ ആകുമ്പോൾ മുകളിൽ കിടക്കുന്ന സെയിം സാധനമല്ലേ ഇത് മാറുമ്പോൾ ഡോട്ട് മാറുമ്പോൾ കിടക്കുന്ന. അപ്പോൾ ഇവിടെ തന്നെ എന്തും കൊടുക്കാം, എയുടെ സെൽഫ് ലൂപ്പ് കൊടുക്കാം. അതേപോലെ ബി ഡോട്ട് ഡോളർ, അത് താഴെയുണ്ട്. അപ്പോൾ ഇതിന് മാപ്പ് ചെയ്ത് താഴെ കൊടുക്കണം, ബി. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാഴ്സിങ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. നോക്കിക്കോ, അപ്പോൾ എങ്ങനെ ടേബിൾ ഫില്ല് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ആക്ഷനിൽ എ ബി ടെർമിനൽസായി എ ബി ഡോളർ എടുത്തു. ഗോ ടുവിൽ നോൺ ടെർമിനൽസ് എയും എസ്. ഓക്കെ. ഇനി I0 തൊട്ട് I9 വരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് I0 എന്നും കൊടുക്കാം, 0 1 2 3 9 വരെ എന്നും കൊടുക്കാം. അപ്പോൾ I0 നിന്ന് എയിലോട്ട്, I0യിൽ നിന്ന് സ്മോൾ ലെറ്റർ എയിൽ I3. അപ്പോൾ നമ്മൾ എന്തെഴുതും, നേരത്തെ ചെയ്ത പോലെ തന്നെ S3 എന്ന് കൊടുക്കും. ഇനി I0 നിന്ന് ബി ആകുമ്പം I0യിൽ നിന്ന് ബി I4 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, S4 ഷിഫ്റ്റ് 4. ഓക്കെ. ഇനി I0 ഒന്ന് ഇല്ലല്ലോ, അക്സെപ്റ്റ് കേസ് ഇല്ല, അപ്പോൾ ഡോളർ ഇല്ല. അടുത്ത് I1 നിന്ന് I1ൽ നിന്ന് എ പോകുന്നില്ല, അക്സെപ്റ്റ് ആണ് I1. അപ്പോൾ നമ്മളവിടെ I1ൻ്റെ ഡോളറിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കും, അക്സെപ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് I2യിൽ നിന്ന് ആക്ഷൻ എ, ഇവിടെ I2 ഇവിടെ I2യിൽ നിന്ന് എ. അപ്പോൾ I6 ആണ്. അപ്പോൾ നമ്മളവിടെ എന്തെഴുതും, S6 എന്ന് കൊടുക്കും. ഓക്കെ. ഇനി I2യിൽ നിന്ന് ബി, അപ്പോൾ നമ്മൾ I7, അപ്പോൾ S7. ഡോളറില്ല. ഇനി
നമ്മൾ ഇത് നോക്കിയില്ലല്ലോ, ഗോ ടു നോക്കിയില്ല. I0യിൽ നിന്ന് ഗോ ടു I2 ആണ്. അപ്പോൾ നമ്മൾ നമ്പർ 2 എഴുതും. അതേപോലെ I0യിൽ നിന്ന് I1, അപ്പോൾ നമ്മൾ 1 കൊടുക്കും. അതും കൂടെ ഫില്ല് ചെയ്ത് പോകണേ. അടുത്ത അതേപോലെ I2യിൽ നിന്ന് ക്യാപിറ്റൽ I5, അപ്പോൾ 5 എന്നുള്ള നമ്പറായിരിക്കും എഴുതുന്നത്. അതേപോലെ I2യിൽ നിന്ന് ഇല്ലല്ലോ, 5 മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്തതിന് I3യിൽ നിന്ന് I3യിൽ നിന്ന് I3 തന്നെയാണ്, നമ്മളിവിടെ S3 എന്ന് തന്നെ എഴുതും. ഇനി I3യിൽ നിന്ന് I3യിൽ നിന്ന് I4, അപ്പോൾ നമ്മൾ S4 എന്ന് എഴുതും. ഇനി I3യിൽ നിന്ന് ക്യാപിറ്റൽ 8 ആണ്, നമ്മൾ 8. മനസ്സിലാവുന്നുണ്ടല്ലോ ചെയ്യുന്നത്. ഇനി നോക്കി I4 എത്തുമ്പം അറിയില്ല, I4 എന്ന് പറഞ്ഞൊരു അക്സെപ്റ്റ് കേസാണ്, അങ്ങോട്ട് വേറെ പോകുന്നില്ല അല്ലേ. അപ്പോൾ I4 എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ റെഡ്യൂസിങ് വരും. അപ്പോൾ I4 എന്ന് പറയുന്ന പ്രൊഡക്ഷൻ നമ്മളെ ഗ്രാമറിൽ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ I4 എന്ന് പറഞ്ഞാൽ A gives B ആണ് അല്ലേ. മൂന്നാമത്തെ പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ R3 ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. R3 നമ്മൾ എങ്ങനെ റെഡ്യൂസ് എന്ന് വെച്ചാൽ ലുക്ക് ഹെഡ് നോക്കുക. A ബാർ B ആണ് ലുക്ക് ഹെഡ്. അപ്പോൾ എയിലും ബിയിലും എന്ത് കൊടുക്കുക, R3 ഫില്ല് ചെയ്യുക. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? നെക്സ്റ്റ് I5 നോക്കിക്കുക. I5 എന്താണ്, ഒരു അക്സെപ്റ്റ് കേസാണ്, വേറെ അങ്ങോട്ട് പോകുന്നില്ല അല്ലേ. വേറെ അങ്ങോട്ട് വേറെ ഒന്നും പോകുന്നില്ല. അപ്പോൾ I5 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും, റെഡ്യൂസിങ് ആണ് അവിടെ. I5ൽ റെഡ്യൂസിങ് എന്ന് പറയുമ്പോൾ I5 എന്ന പ്രൊഡക്ഷൻ ഏതാണ്, S gives A. അതായത് S gives A എന്നാണ് ഒന്നാമത്തെ പ്രൊഡക്ഷൻ, R1. അതിൻ്റെ ലുക്ക് ഹെഡ് നോക്കിയേ, I5യുടെ ലുക്ക് ഹെഡ് വന്നിട്ട് ഡോളറാണ്. അപ്പോൾ ഡോളറിൻ്റെ അവിടെ R1, I5ൽ ഡോളറിൻ്റെ അവിടെ R. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ഇനി I6 നോക്കിയേ. I6ൽ എയും ബിയും. I6 എന്ന് പറയുന്ന ബ്ലോക്ക് ഇതാണ് I6 അല്ലേ. I6 പോകുന്നുണ്ട്, വേറെ പോകുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് റെഡ്യൂസിങ് അല്ല, ഷിഫ്റ്റാണ് വന്നത്. I6ൽ A പോകുന്നുണ്ടല്ലേ, സ്മോൾ ലെറ്റർ A പോയി I6ൽ തന്നെ, അപ്പോൾ ഇവിടെ S6 എന്ന് കൊടുക്കുക. ഇനി I6ൽ B എങ്ങോട്ടാണ്, I7ലോട്ട്, അപ്പോൾ S7. ഇനി I6ൽ ക്യാപിറ്റൽ ലെറ്റർ A കൊടുക്കുമ്പോൾ I9, അപ്പോൾ നമ്മൾ 9 എന്ന നമ്പർ ഗോ ടു എയിൽ. I6ൽ A9. ഇനി I7ൽ എയും ബി. I7 നോക്കി, I7 വേറെ പോകുന്നുണ്ടോ, ഇല്ല. അവിടെ ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വേറെ പോകുന്നില്ലല്ലോ I7. അപ്പോൾ I7 എന്ന് പറയുന്നത് A gives B കേട്ടോ. ഇത് മൂന്നാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പോൾ R3 ആണ്. പക്ഷേ ഇവിടെ ഡോളറാണ് ലുക്ക് ഹെഡ്. അപ്പോൾ ലുക്ക് ഹെഡ് എവിടെ വരുന്നു, ആ ലുക്ക് ഹെഡ് നോക്കി R3 ഫില്ല് ചെയ്യും. R3 I7ൽ ഡോളർ, ലുക്ക് ഹെഡ് R3, റെഡ്യൂസിങ്. ഓക്കെ. ഇനി I8 ഇവിടെ I8 എന്താണ്, വേറെ പോകുന്നില്ല. അപ്പോൾ I8ൻ്റെ A gives A ആണ്. ഇതെന്താണ്, സെക്കൻഡ് പ്രൊഡക്ഷനാണ് അല്ലേ. ഇവിടെ ഗ്രാമറിൽ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട് 1 2 3 എന്ന്. അതിൽ സെക്കൻഡ് പ്രൊഡക്ഷനാണ്. അതിൻ്റെ ലുക്ക് ഹെഡ് A ബാർ B ആണ്. ലുക്ക് ഹെഡ് ഇവിടെ വേണം നോക്കാം. ഇവിടുത്തെ ലുക്ക് ഹെഡ് A ബാർ B ആണ്. അപ്പോൾ എയിലും ബിയിലും R2 വെച്ച് ഫില്ല് ചെയ്യാം. I7 അല്ല, I8ൽ എയിലും ബിയിലും R2 വെച്ച് ഫില്ല് ചെയ്യാം. R2. ഓക്കെ അല്ലേ. ഇനി I9 അതേപോലെ. I9 എന്ന് പറയുന്നത് എത്രാമത്തെ പ്രൊഡക്ഷനാണ്, I9 എന്ന് പറയുന്നത് A gives A, രണ്ടാമത്തെ പ്രൊഡക്ഷൻ. അപ്പോൾ R2 അതെവിടെയാണ്, ലുക്ക് ഹെഡ് എന്താണ്, ഡോളറാണ്. അപ്പോൾ ഡോളറിൽ I9ൽ ഡോളറിൽ R2 ഫില്ല് ചെയ്യും. ഓക്കെ. ഇതാണ് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷൻ. ഓക്കെ അല്ലേ. ഇതാണ് CLR പാഴ്സിംഗ് ടേബിൾ. ഓക്കെ.